വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു പെൺകുട്ടി അവളുടെ അച്ഛനും അമ്മയായിട്ട് എന്നെ കാണാൻ വന്നു. അന്ന് അവൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. അവളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, വളരെ ഹാപ്പിയാണ്, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ അന്ന് വന്നപ്പോൾ അവളുടെ ഒരു അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. അതിനേക്കാൾ ഉപരി അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. കാരണം അവരവരുടെ ബയോളജിക്കൽ പാരൻസ് അല്ല. ആ കുട്ടി അഡോപ്റ്റഡ് ആണ്, ദത്തെടുത്തതാണ്. അത് ആ കുട്ടി ആ ഒരു സമയത്താണ്, അടുത്ത സമയത്താണ് അറിഞ്ഞത്. പലപ്പോഴും അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും അവൾ എന്നോട് സംസാരിക്കുകയാണ്. പല കാര്യങ്ങളും സംശയം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ എന്താ, അങ്ങനെ എന്താ, ചില റിലേറ്റീവ്സിന് അവളോടുള്ള ദേഷ്യം ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അവൾക്ക് പ്രത്യേകിച്ച് അതിനൊരു, കാരണം പാരൻസ് അത്രമാത്രം അവളെ ലാളിക്കുകയും പൂജിക്കുകയും ഭയങ്കരമായിട്ട് കരുതലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് അത് എന്തെങ്കിലുമൊക്കെ ചില എന്താ പറയുക, ഒരു സങ്കടങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പോലും അവൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ബന്ധത്തിൽ തന്നെ ഉള്ള അങ്ങനെ ഉണ്ടല്ലോ ചില ജന്മങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. വന്നിട്ട് ഇവരുടെ അടുത്ത് അമ്മയടുത്ത് സംസാരിച്ചത് ഈ കുട്ടി കേൾക്കാനിടയായി. അങ്ങനെ അത് അവർക്ക് വല്ലാത്ത ട്രോമയായിരുന്നു, വല്ലാത്തൊരു ട്രോമ. അപ്പം ഞാൻ അവൾക്ക്, അപ്പം ഈ അമ്മ എൻ്റെ അടുത്ത്, അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും ഒരു പുരുഷനും സ്ത്രീയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഒരു പെൺകുഞ്ഞ് തന്നെ വേണം ഞങ്ങൾക്ക്, അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടല്ല, ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ച് ആണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഞങ്ങൾ ഒരിക്കലും അവിടെ ഞങ്ങളുടേതല്ലാതെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ കുട്ടി ഒന്നും വേണ്ടതില്ല, അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് സെഷൻസിലായിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, പ്രസവിച്ചുകൊണ്ട് ആരും അമ്മയാവത്തില്ല, ജന്മം തന്നുകൊണ്ട് ആരും അച്ഛനും ആവത്തില്ല. എത്രയോ കുടുംബങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ ശാപമായിട്ട് ജനിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ സത്യം പറഞ്ഞാൽ പുണ്യം ചെയ്ത ജന്മമാണ്. കാണപ്പെടാത്ത ഈശ്വരനും കാണപ്പെടുന്ന സ്നേഹവുമായിട്ട് രണ്ടുപേരെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യമാണ്. നമ്മൾ അട്ടംകുളങ്ങര വനിതാ ജയിലൊക്കെ ചെല്ലുമ്പോൾ സ്വന്തം മക്കളെ പീഡിപ്പിക്കാൻ ഇട്ടുകൊടുത്ത അമ്മമാർ എത്രയോ പേരുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ അങ്ങനത്തെ കേസുകൾ. കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് സ്വന്തം മക്കളെ ഇട്ടുകൊടുത്ത് അമ്മമാരെ പ്രതികളാക്കിയ കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ സംഭവങ്ങളും ഒക്കെ പറഞ്ഞ് കുറേ സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഡോപ്റ്റഡായിട്ടൊക്കെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ലൈഫിൽ അത് കുട്ടികളെ തന്നെ അവരെ അതുമായിട്ട് പൊരുത്തപ്പെടുത്തി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം പക്ഷെ അങ്ങനെ ആണെന്ന് തോന്നുന്നു, അങ്ങനെ അവരെ അറിയിച്ച് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ്, പ്രസവിച്ചുകൊണ്ട് ആരും അമ്മയാവത്തില്ല, ജന്മം കൊടുത്തുകൊണ്ട് ആരും അച്ഛനും ആവത്തില്ല. പ്രസവിക്കാത്ത എത്രയോ നല്ല അമ്മമാരും കരുതലിൽ ചേർത്ത് പിടിക്കുന്ന എത്രയോ അച്ഛന്മാരും ഈ ഭൂമിയിലുണ്ട്.